ഹായ് നമസ്കാരം. നല്ല ഭക്ഷണം എവിടെ കണ്ടാലും അതിനി വണ്ടിയൊന്നും എത്താത്ത സ്ഥലമായാലും എത്ര ദൂരം നടന്നു പോയി കഴിക്കേണ്ട സ്ഥലമായാലും അവിടെ ചെന്ന് കഴിക്കുകയും അത് കഴിച്ചെനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്തുക്കളോട് അതിനെക്കുറിച്ച് പറയുകയും അവരെയും കൊണ്ടുപോയി കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിൽ കഴിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്യാവശ്യം തെറ്റില്ലാത്ത തരത്തിൽ കുക്ക് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ പുതിയ വെറൈറ്റി ഡിഷസൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ റെസിപ്പിയൊക്കെ ഇങ്ങനെ കേട്ടുവെക്കാനും അതുപോലെ തന്നെ ചിലതൊക്കെ വീട്ടിൽ പരീക്ഷിക്കാറുമുണ്ട്, ചിലതൊക്കെ അബദ്ധമായിട്ടുണ്ട്, ചിലതൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കവെയാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പല പല പരിപാടികളും കാണാറുണ്ട് ഈ ഫുഡിൻ്റെയൊക്കെ. അങ്ങനെ ഈ അടുത്ത സമയത്ത് കണ്ടതാണ് നമ്മുടെ കാലടി ഓമനയമ്മയുടെ മകളുടെ മകൾ മഞ്ചരിയുടെ സ്പൈസ് ട്രഷേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിഷസൊക്കെയാണ് മോള് തയ്യാറാക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട്, അവതരണവും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിയുടെ. ഇപ്പോൾ എന്തായാലും നമ്മുടെ മഞ്ചരിക്ക് ഇനിയും വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാനും നമ്മളെല്ലാവരെയും കൊതിയുടെ മുൾമുനയിൽ നിർത്താനൊക്കെ മോൾക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഹായ്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഹാപ്പി ഓണം. ഹായ്, എല്ലാവർക്കും സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങളുമായി സംസാരിച്ചത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സുരാജ് അങ്കിളാണ്. അങ്കിളിനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്കിളിന് നാഷണൽ അവാർഡും കേരള സ്റ്റേറ്റ് അവാർഡും എല്ലാം കിട്ടിയിട്ടുള്ളതാണ്. അങ്കിളിനെ പോലെ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ എന്റെ ചാനൽ കണ്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് അങ്കിൾ. പിന്നെ ഞാൻ കൊച്ചിലെ മുതൽ അങ്കിളിന്റെ ഒരു വലിയ ഫാനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്കിളിനെ. അങ്കിളുടെ എല്ലാ സിനിമയും കോമഡി സ്കിറ്റ്സും സ്റ്റേജ് ഷോ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്കിളെ. അങ്കിളിന്റെ ഒരു ഫാനാണ് ഞാൻ. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് വളരെ യമ്മി ആയിട്ടുള്ള നല്ലൊരു റെസ്റ്റോറന്റ് സ്റ്റൈൽ കറിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ 1/2 kg മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഈ മട്ടനെ മാരിനേറ്റ് ചെയ്യാനായിട്ടൊരു പേസ്റ്റ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഞാനിവിടെ മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പകുതി നാരങ്ങയും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച മട്ടനിലേക്ക് നമ്മളുടെ മല്ലിയിലയുടെ പേസ്റ്റും പിന്നെ പാതി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇത് നന്നായിട്ട് മട്ടനിലേക്ക് ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്തൊരു അരമണിക്കൂർ വെക്കുക. എന്നാലേ ഇത് ഈ ഫ്ലേവർ എല്ലാം നന്നായിട്ട് മട്ടനിലേക്ക് ഇറങ്ങുള്ളൂ. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട, അങ്ങനെ തന്നെ അതിനെ അടച്ചിട്ട് ഒരു 4 വിസിലാവുമ്പോഴത്തേക്കും നമുക്ക് ഈ മട്ടൻ വെന്ത് കിട്ടും. നിങ്ങളുടെ മട്ടൻ്റെ പാകത്തിനനുസരിച്ച് നിങ്ങളത് വേവിച്ചെടുക്കുക. ഇനി കറിക്കായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള, കുറച്ച് കറിവേപ്പില, 2 മീഡിയം സൈസ് ടൊമാറ്റോയും ഒരു കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. സവാള എല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 2 ഗ്രാമ്പു, 2 ഏലക്ക, കുറച്ച് പട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക. പിന്നെ എടുത്ത് വെച്ചിരുന്ന ടൊമാറ്റോയും ചെറുതായി അരിഞ്ഞെടുക്കുക. ഇനി കറി തയ്യാറാക്കാൻ ഒരു പാത്രം എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പട്ടയും ഏലക്കയും ഗ്രാമ്പുവും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 സവാള ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഉള്ളിയെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നെക്സ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മസാലയും ഉള്ളിയും എല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മളുടെ കറിക്ക് നല്ല കളറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിത് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല ഡാർക്ക് കളറാക്കുക. സവാള എല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്, നല്ല ഡാർക്ക് ബ്രൗൺ കളറിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ ഇഞ്ചിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഈ കറിയുടെ വ്യത്യസ്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രേവിക്ക് വരെ ഭയങ്കര ഒരു ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടും പോലെ നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ്. ഒരുപാട് ഡ്രൈയും അല്ല എന്നാൽ ഒരുപാട് ഗ്രേവിയുമല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മട്ടനിലും കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ടൊമാറ്റോ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഗ്രേവി റെഡിയാക്കിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ മട്ടൻ ഇവിടെ വേവിച്ചെടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ ഒരു 4 വിസിൽ അടിച്ചപ്പോഴാണ് എനിക്കിത് വെന്ത് കിട്ടിയത്. നിങ്ങളുടെ മട്ടൻ്റെ പാകത്തിനനുസരിച്ച് നിങ്ങളത് വേവിച്ചെടുക്കുക. ഇതിൽ ഞാൻ തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് മട്ടനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. നിങ്ങൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലേക്ക്. നോക്കൂ, നമ്മുടെ ടൊമാറ്റോ എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മഷി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഈ മസാലയ്ക്ക് തന്നെ നല്ല ഡാർക്ക് ബ്രൗൺ കളറുണ്ട്. ഈ ഒരു കളർ ആയാലേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ കളറും വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മട്ടൺ ആഡ് ചെയ്യാം. ആ വെള്ളത്തോട് കൂടി തന്നെ ആഡ് ചെയ്യുക, എന്നാലേ നമ്മളുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ. മട്ടൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മസാലയുമായിട്ട്. ഇനി ഈ ഗ്രേവി തിക്കാവുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. നല്ല ഡാർക്ക് ബ്രൗൺ കളറാകും നമ്മുടെ കറിയുടെ. അതുപോലെ തന്നെ ഗ്രേവിയും നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് റെഡിയായി കിട്ടും. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് അടച്ചാണ് വേവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക മട്ടന്. ഒരുപാട് നേരം നമ്മളിത് കുക്ക് ചെയ്ത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ മട്ടൻ ഓൾറെഡി വെന്തതാണ്. ഈ ഗ്രേവിയിൽ നിന്ന് കുറച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരെ മാത്രം നമുക്കിതൊന്ന് കുക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസിയിലും ഇത് കഴിക്കാവുന്നതാണ്, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം. നമ്മുടെ ഗ്രേവിയെല്ലാം കുറച്ച് തിക്കായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നോക്കൂ, നമ്മുടെ ഗ്രേവിയെല്ലാം നല്ല തിക്കായിട്ടുണ്ട്. ഇതാണ് ഈ കറിയുടെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. നമ്മളുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കറി. എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പോഴേ നന്നായിട്ട് കൊതി വരുന്നുണ്ട്, കാരണം ഇതെൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ്.
ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നോക്കൂ, ഞാൻ നമ്മുടെ മട്ടൻ കറി നന്നായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. കൂടെ കുറച്ച് അണിയനും കുറച്ച് നാരങ്ങയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര യമ്മിയായിട്ടുള്ളൊരു കറിയാണ്. ടു ബി ഓണസ്റ്റ്, കഴിച്ചിട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് അതുപോലെ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. കാരണം നിങ്ങൾ അതിൻ്റെ ഫാനാകും. അത്രയ്ക്ക് നല്ല ഫ്ലേവറാണ് ഈ കറിക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നു. കാരണം അത്രയ്ക്ക് നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ്സിൽ അറിയിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.